എന്റെ സണ്ണി, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ. അവിടെ നിന്ന് കോട്ടയത്ത് ചോദിച്ചാൽ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ നീ പറഞ്ഞ പേഷ്യൻ. അയ്യോ, അതെന്റെ അമ്മാവനാ. അമ്മാവ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ, ഡോക്ടർ സണ്ണി ജോസഫ്. ഹലോ സണ്ണി, അമ്പട കേമാ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഐ, എന്താ കഥ? നിന്നെ നോ മറക്കേ. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പകൻ തടിച്ചുട്ടോ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. തിരുമേനി, എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു.